നന്നായി തിര അടിക്കുന്നുണ്ട്, കയറി പിടിച്ച് നിൽക്കാനാ പറയുന്നത്. ഞാൻ ഇത്രയൊന്നും അഡ്വഞ്ചേഴ്സ് അല്ലായിരുന്നു കേട്ടോ, ഇതൊക്കെ വ്ളോഗിന് വേണ്ടി ചെയ്യുവാണ്. Hi guys, good morning. Welcome to our new vlog. And ഇന്ന് ആക്ച്വലി ഞാൻ വെയിൽ വാച്ചിങ്ങിന് പോകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ബോട്ടിൽ നമ്മൾ വെയിലിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോകും, നാച്ചുറൽ ഹാബിറ്റാറ്റിൻ്റെ അടുത്ത്. പക്ഷേ ഭയങ്കര വിൻഡി, എൻ്റെ ഡ്രോൺ പോയില്ലേ, അതുപോലെ തന്നെ വിൻഡ് ആയതുകൊണ്ട് ഇവിടുത്തെ വെയിൽ വാച്ചിങ് ക്യാൻസൽ ചെയ്തു. ആൻഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് എക്സ്പെൻസ്, 50 euro ഉള്ളൂ. സോ എനിക്കൊന്ന് ഭയങ്കര ചീപ്പായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദ മെയിൻ തിങ്. മേ ബി നാളെ നോക്കാം. പക്ഷേ ഇന്ന് പ്രിയം ചെയ്ത് ഉറക്കമാണ്. കാരണം ഇവിടെ ഭയങ്കര രാത്രിയൊക്കെ മഴയായിരുന്നു. ഇന്നും ഭയങ്കര റെയിൻ പ്രഡിക്ഷൻസ് ഉണ്ട്. ആൻഡ് ഞാൻ ഇന്ന് പോകുന്നത് ഒരു ഹൈക്കിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അത് വേറെ എവിടെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന്. സോ ഐ തോട്ട് ഐ ഗോ ദ. രണ്ട് കാര്യങ്ങൾ, അവിടെ എത്തിയിട്ട് ഭയങ്കര സ്റ്റീപ്പാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് ക്യാൻസൽ ചെയ്യും. ആൻഡ് ഇഫ് ദ വെദർ ഇസ് വെരി ബാഡ് ദാറ്റ് ഓൾസോ ക്യാൻസൽ. കാരണം ഇന്നലെ ഡ്രോൺ തപ്പിപ്പോയപ്പോൾ എൻ്റെ റൈറ്റ് ലെഗ് ഒന്ന് സ്പ്രെയിനായി. സോ എനിക്ക് ഫ്ലാറ്റ്സിൽ കൂടെ നടക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷേ കയറ്റമൊക്കെ ഉണ്ടെങ്കിൽ കാല് കുത്തുമ്പോൾ കുറച്ച് വേന വരും. സോ അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല. സ്ട്രേറ്റ് ലൈൻസ് ആണെങ്കിൽ ചെയ്യും. പക്ഷേ ഐ ബാഡ്ലി വോണ്ട് ടു ഡു ദിസ് ആൻഡ് ബ്രിങ് ഇറ്റ് ടു യു ഗൈസ്. സോ ഞാൻ ദേ ഇറങ്ങുവാണ്. അഗെയിൻ ബ്യൂട്ടിഫുൾ മോർണിംഗ്. ജക്കൂസി ഇങ്ങനെ തന്നെ ചൂടായിരിക്കും. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു തവണ ഇറങ്ങിയിട്ടുള്ളൂ. എന്തായാലും നമുക്ക് വിടാം. ഇവിടുന്ന് ഒരു ലോങ് ഡ്രൈവാണ്, ഏകദേശം ഒരു 40 minutes ഉണ്ട്. ബാക്കി എനിക്ക് അറിയില്ല, അവിടെ എത്തിയിട്ട് നമുക്ക് അറിയുള്ളൂ. സോ ഇന്ന് ഞാൻ പറഞ്ഞ ഗൈഡ്സ് ഒന്നും ഇല്ല യൂട്യൂബിൽ. സോ ഐ ജസ്റ്റ് വോണ്ടഡ് ടു ട്രൈ ഇറ്റ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. ആൻഡ് ഐ ആം ഗോയിങ് ടു എൻജോയ് ദ ഡ്രൈവ് ഇഫ് ദ വെദർ ഇസ് ലൈക്ക് ദിസ്. Oh my god guys, this place is breathtaking. ക്യാമറ തിരിക്കാൻ പോവാണ്. വലിയ കാറ്റില്ല, ഭാഗ്യത്തിന് കുറച്ച് വെയിലുണ്ട്, കുറച്ച് നടക്കാനുണ്ട്. പക്ഷെ എന്തായാലും അത് ചെയ്തിരിക്കും. Just see this. How amazing is this? How absolutely stunning is this place? നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഇത് ആക്ച്വലി വലിയൊരു ഏരിയ ആയിരുന്നേ. ഈ കടൽ അടിച്ചടിച്ചടിച്ച് ആ ഒരു കല്ലൊക്കെ ഇറോഡായി പോയതാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് നടക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന്. കാരണം ഇവിടെ ചിലപ്പോൾ ലൂസ് റോക്സ് ഒക്കെ കാണും. പക്ഷെ അങ്ങ് അടി വരെ പോകണം. ഇതാണ് വഴി. സോ വെൽക്കം ടു മൈ സോളോ ഹൈക്കിംഗ്. ഫസ്റ്റ് സോളോ ഹൈക്കിംഗ് ഇൻ എൻ ഐലൻഡ്. ഓ സംഭവമല്ല, കടലിൻ്റെ കളറൊക്കെ നോക്കിക്കേ, ഇറ്റ്സ് ഓൾ ബ്ലൂ. ഗൈസ് ഇത് കണ്ട, ഇറ്റ് ഈസ് ഓൾ ബ്ലാക്ക്. ഇവിടുത്തെ റോക്സ് മൊത്തം ഇറ്റ്സ് ഓൾ ബ്ലാക്ക് ഹിയർ. ആൻഡ് എനിക്ക് തോന്നുന്നു ഹൈക്കിങ്ങിൻ്റെ ട്രെയിൽ അവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. മേ ബി ബിക്കോസ് ഇറ്റ് ഈസ് സോ സ്ലിപ്പറി. കണ്ട, ഫുൾ പായൽ പിടിച്ച് കിടക്കുക. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കാൻ. നോക്കട്ടെ വേറെ വഴി വല്ലതും ഉണ്ടോന്ന്. ഇത് മാജിക്കൽ എന്നൊക്കെ പറയുന്ന ഈ സംഭവമാണ്. കണ്ട, ആരുമില്ല. ഇറ്റ് ഇസ് സോ സൈലൻറ്റ് ആൻഡ് വേക്കൻറ്റ്. ഞാൻ മാത്രമേ ഉള്ളൂ. എന്നോട് ചോദിക്കാറുണ്ട് പേടിയില്ലേ എന്നൊക്കെ. എനിക്ക് പേടിയുണ്ട് കേട്ടോ, സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകാൻ. കാരണം നമ്മൾ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, കാലൊന്ന് ഉളുങ്ങിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരോടും ഇല്ലല്ലോ പറയാൻ. ഇപ്പോൾ ഒരാളിപ്പോൾ ജെഫ്രി, അന്തോ, പ്രിയ ആരെങ്കിലും കൂടുകയാണെങ്കിൽ കുറച്ചും കൂടെ ധൈര്യമാണ്. പക്ഷേ നമ്മളൊരു പോസിറ്റീവ് ഒന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ പോകുന്നു. ആൻഡ് ദിസ് പ്ലേസ് ഇസ് സോ സ്റ്റണ്ണിങ്. അങ്ങ് കണ്ട, യു ക്യാൻ സീ എ റെയിൻബോ ഓൾസോ. എന്ത് രസമെന്ന് നോക്ക്, അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. പുതിയ അവിടെ ഒരു ക്രേറ്ററിൻ്റെ ലേക്കൊക്കെ കാണാൻ. കണ്ട, ഓ ഗൈസ് രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഹൈക്ക് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ പുതിയ റോഡാന്ന് തോന്നുന്നു. കാരണം മാപ്പിലൊന്നും ഇല്ല കേട്ടോ. എനിക്കത് താഴെ വരെ പോവും. കണ്ടോ, കുത്തനെ ഇറങ്ങുവാണ്. പണ്ട് ഇതൊക്കെ ഹൈക്ക് ചെയ്ത് ഇറങ്ങണമായിരുന്നു എന്ന് തോന്നുന്നു. ഐ എം സോ ലക്കി. എനിക്ക് ടെൻഷനായിരുന്നു എൻ്റെ കാല് പ്രശ്നമാകുന്നു. അതേ അടി കാറൊക്കെ ഉണ്ട് കേട്ടാ. സോ ദിസ് ഈസ് അൺബിലീവബിൾ. കല്ലൊക്കെ വീഴും. കണ്ട, അവർ അതേ വായിച്ചിട്ടുണ്ടായിരുന്നു. ഈ കല്ലുകൾ ഇറോഷൻ കൊണ്ട് പെട്ടെന്ന് വീഴുമെന്ന്. ഒരു കല്ല് താഴെ വീണ് കിടക്കുന്നു. ബട്ട് ഇറ്റ്സ് ലിറ്ററലി ലൈക്ക് എ ക്ലിഫ്. യു ആർ ഡ്രൈവിംഗ് ത്രൂ എ ക്ലിഫ് എന്നുള്ള രീതിയാണ്. കണ്ട, കുറേ സ്ഥലത്ത് അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. കല്ലുകൾ വീഴുന്ന സ്ഥലമാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ഹൈക്കിംഗ് വേണ്ടാന്ന് വെച്ചിരിക്കുന്നത് തൽക്കാലത്തേക്ക്. എന്നാലും അടിപൊളിയല്ലേ, താഴെ വരെ കാറി പോവാലോ. ഇത് കണ്ട, ഒരു വോൾക്കാനിക് ലാൻഡ്സ്കേപ്പ് അല്ല ശരിക്കും. ഇവിടെ ക്ലിഫ്, കല്ലിൻ്റെ കളറ് ബ്ലാക്ക്, ഇതല്ലാതെ ഭയങ്കര വലിയ വേവ്സ് ആണ് ഇവിടെ.
സർഫിങ്ങിനൊന്നും ഇവിടെ പറ്റില്ല, കാരണം ഒരുപാട് റോക്സ് ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു കാര്യം കേട്ടിരിക്കുന്നത് എന്തിനാ മെയിനായിട്ട് വന്നതെന്ന് അറിയോ? ഓഷ്യൻ്റെ ഒരു ഏരിയയിൽ ഈ വോൾക്കാനോൻ്റെ ചൂട് കാരണം ഒരു ഏരിയ മാത്രം ലോ ടൈഡിൽ ഹോട്ടായിരിക്കും വെള്ളം, അതിലിറങ്ങാനായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പം ആരും കാണുന്നില്ല. എനിക്കൊന്നും ഇതൊക്കെ ഒരു വർഷത്തിൽ മാറിയോ? ആരും ഇല്ലേ ഇവിടെ ഒന്നും? എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഭയങ്കര തിരക്കാണ്. ഞാൻ നെറ്റിലെ ഫോട്ടോസ് കാണിച്ചു തരാം കേട്ടോ, അതിലൊക്കെ നോക്ക്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇപ്പം ആരും ഇല്ല, ഒരു ഇൻഫർമേഷൻ ചോദിക്കാൻ പോലും ആരും ഇല്ല. Guys, this place is so unreal. ഈ കല്ലിൻ്റെ ലാൻഡ്സ്കേപ്സ് എനിക്കൊന്ന് അവിടെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പം ഒന്ന് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകേണ്ട, വെറുതെ റിസ്ക് എടുത്ത്. ഇവിടെ ഗൈഡോ അല്ലെങ്കിൽ മറ്റേ ലൈഫ് ഗാർഡ് ആരും ഇല്ല. അപ്പോൾ നമുക്ക് ചോദിക്കാതെ വെറുതെ പോകണ്ടല്ലോ. അവിടെ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ആ സൈഡിലേക്ക് പോയി നോക്കാം. പക്ഷേ ഈ വെള്ളം അടിച്ച് ഇങ്ങോട്ട് തെറിക്കുന്നതൊക്കെ ഭയങ്കര സംഭവം തന്നെ. ഇവിടെ തെർമാസ് ഫിയറ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് തപ്പി വന്നപ്പോഴേക്ക് ഇങ്ങനെ ഒരു വഴി കണ്ടു. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. എവിടെയെങ്കിലും അവസാനിക്കുമല്ലോ. പോകാൻ പറ്റാത്ത സ്ഥലത്ത് കഴിഞ്ഞാൽ തിരിച്ച് നടന്നാൽ പോലെ. മഴ മാത്രം പെയ്യാതിരുന്നു അതായിരുന്നു. ഇന്ന് ഭാഗ്യത്തിന് കുറച്ച് വെയിലുണ്ട്. എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. എന്തെങ്കിലും കിട്ടിയാലോ. ഈ വഴിയുടെ അകത്ത് വഴിയുടെ അവസാനം ബിരിയാണി കിട്ടിയാലോ എന്ന് പറയുന്ന പോലെ. ഇത് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ സംഭവം. ഇത് തന്നെയാണ് സംഭവം. നോട്ട് ഡിസപ്പോയിൻറ്റഡ് അറ്റ് ഓൾ. Oh guys, this is breathtaking. Actually very well done കേട്ടോ. ഞാൻ വിചാരിച്ചില്ല. പക്ഷേ മറ്റേ കല്ലും മറ്റേ പാടൊക്കെ ആയിരിക്കും. ഇത് തെന്നത്തും ഇല്ല. അടിപൊളിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ പുതിയത് വരുന്നുണ്ട്. എനിക്കൊന്ന് കോവിഡ് അറിഞ്ഞപ്പോൾ പണി നിർത്തി വെച്ചിരിക്കുകയായിരിക്കും. പക്ഷേ സോ ഈസി ടു വാക്ക്. കുറച്ച് നടക്കണം, തിരിച്ച് കയറാൻ കുറച്ച് പാടായിരിക്കും. പക്ഷേ വലിയ ഹൈറ്റ് ഇല്ല സ്റ്റെപ്സിന്. അതുകൊണ്ട് ഇറ്റ് ഈസ് മൈൻഡ് ബ്ലോയിങ്. അയ്യോ, പ്രിയ ശരിക്കും മിസ്സായി. ഇതിൻ്റെ അടിയിൽ ഞാൻ പറഞ്ഞ പോലെ ചൂടുള്ള ഓഷ്യൻ ഉണ്ടോ എന്ന് നോക്കട്ടെ. അതും കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്ത് വേണം അല്ലേ? ഐ വിൽ ബി സോ ഹാപ്പി. ഓ, ആൾക്കാർ ഡ്രസ്സൊക്കെ മാറ്റി തോർത്തതുണ്ട്. സോ ദാറ്റ് മീൻസ് യു ക്യാൻ ഗെറ്റ് ഡൗൺ ഇൻ എ വാം ഓഷ്യൻ. You can imagine it. It is actually around 15 degrees or 16 degrees ഇവിടെ. അതിൻ്റെ കൂടെ വെള്ളം around 32 degrees ആണ്. ആൻഡ് ആ ഓഷ്യനിലെ വെള്ളം തന്നെ. ഇറ്റ്സ് സംതിങ് അൺബിലീവബിൾ നോ? ആ റോക്സ് ഒക്കെ നോക്ക്. ദിസ് ഫീൽസ് സോ വിയേർഡ്. കറുത്ത കല്ല് നമുക്ക് ശരിക്കും കരിയിൽ നടക്കുന്ന പോലെ ഇല്ല. കരിയല്ലാണ്, ഇറ്റ്സ് പ്രോപ്പർ റോക്സ്. ഇവിടെ സീ ഉണ്ടല്ലോ, അറ്റ്ലാന്റിക് സീ ആണെന്ന് തോന്നുന്നു. അടിച്ചടിച്ചടിച്ച് ഉണ്ടായ സംഭവമാണിത്. ആൻഡ് നെറ്റിൽ ഞാൻ കണ്ടപ്പോൾ ഭയങ്കര ക്രൗഡ് റഷ് ആയിരുന്നു. ഇവിടെ നിന്ന് ആൾക്കാർക്ക് തിക്കും തിരക്കുമായിരുന്നു. നൗ ഐ ഹാവ് ദി ഓഷ്യൻ ഓൾ ബൈ മൈസെൽഫ്. അഡ്വെഞ്ചേഴ്സ് അല്ലേ, അഡ്വാൻറ്റേജസ് ഓഫ് ട്രാവലിംഗ് ഡ്യൂറിങ് ദീസ് ടൈംസ്, കോവിഡ് ടൈംസ്. ആരും ഇല്ലല്ലോ. ആൻഡ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ആകുമ്പോൾ പിന്നെ ആരും എത്തത്തുമില്ല. ഇത് ലോക്ക്ഡൗൺ വല്ല ആയി കഴിഞ്ഞാൽ സ്റ്റക്ക് ആവുമല്ലോ. ഐ എം സോ എക്സൈറ്റഡ്. സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് നേരെ വെള്ളത്തിലേക്ക് ചാടാം. ചൂടായിരിക്കും അല്ലേ? ഇതിക്കുള്ള എന്ത് വേണം? ഇതൊക്കെയല്ലേ ലൈഫ്, ഇതൊക്കെയല്ലേ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. ഐ എം ഷുവർ എന്ന് പറയാൻ പറ്റില്ല. കേരളത്തിൽ നിന്ന് വന്ന് ഇവിടെ ചാടുന്ന ചിലപ്പോൾ ആദ്യത്തെ ആളായിരിക്കില്ലേ ഞാൻ. ചിലപ്പോൾ മലയാളികളായതുകൊണ്ട് ഞാൻ പറയാൻ പറ്റില്ല. ഇവിടെയൊക്കെ ഇഷ്ടംമാതിരി വന്ന് കാണും. ഈ വെള്ളത്തിനൊക്കെ ഭയങ്കര തണുപ്പാണ്. സോ ഹൗ ഇസ് ദിസ് ഹോട്ട്? എന്തായാലും അറിയാൻ നോക്കാം. ആ ഏണി വെച്ചിട്ടുണ്ട്, ഏണി കൂടെ ചാടണം എന്ന് തോന്നുന്നു. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് വോണ്ട് ബി ഡീപ്പ്. ഞാൻ ഓഷ്യനിലൊന്നും എനിക്ക് നീന്തി ഒട്ടും പരിചയമില്ല. ഇറ്റ്സ് സോ കോൾഡ്. വെള്ളം ചൂട് തന്നെ ആയിരിക്കും ആവോ. കുറച്ച് ആഴം ഉണ്ടെന്ന് തോന്നുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ഇതൊക്കെ തണുത്ത വെള്ളമാണ്. ഞാൻ തൊട്ട് നോക്കിയായിരുന്നു. എന്തായാലും ഒന്ന് നോക്കട്ടെ. നന്നായി തിര അടിക്കുന്നുണ്ട്. കയറി പിടിച്ച് നിൽക്കാനാണ് പറയുന്നത്. ഞാൻ ഇത്രയൊന്നും അഡ്വഞ്ചേഴ്സ് അല്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ വ്ളോഗിന് വേണ്ടി ചെയ്യുവാണ്. നോക്കാം, എന്തായാലും ഇത് പിടിക്കട്ടെ. വെള്ളം കുറച്ച് തണുപ്പുണ്ട്, ചൂടൊന്നും ഇല്ലല്ലോ. ഓ, ഭയങ്കര തിര. ഈ കയറി പിടിച്ച് എവിടെ ഇരിക്കും. ഹിയർ ഇറ്റ് ഇസ് വാം. ഇറ്റ് ഇസ് അൺബിലീവബിൾ. ഇവിടെ തണുപ്പും ഇവിടെ ചൂടും. ഐ ഡോണ്ട് നോ ഹൗ ദാറ്റ്സ് ഹാപ്പനിങ്. ഇറ്റ് ഇസ് സോ വാം ഓവർ ഹിയർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുവെള്ളമല്ല, എന്നാലും ഇറ്റ് ഇസ് വാം. പക്ഷെ ഭയങ്കര തിര. എനിക്ക് അങ്ങോട്ടൊക്കെ പോയൊരു ടെൻഷൻ. തിരവെല്ലാം വന്ന് മേത്തടിച്ച് ഞാൻ കല്ലുമെല്ലാം പോയി പ്ലാസ്റ്റർ ആയാലോ. കുറേ വയസ്സായവരൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അവരൊന്നും ഇറങ്ങുന്നില്ല കേട്ടോ വെള്ളത്തിൽ. ഇത് കുറച്ചും കൂടെ ലോ ടൈഡ് ആയാൽ കുറച്ചും കൂടെ സേഫ്. ഇപ്പം എനിക്കൊന്ന് ഹൈറ്റ് ആയിട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും നിങ്ങളെ കാണിക്കാൻ പറ്റിയല്ലോ, എത്തിക്കാൻ പറ്റിയല്ലോ ഈ സ്ഥലം നിങ്ങളുടെ അടുത്ത്. കണ്ടുപിടിച്ചാണെങ്കിലും പ്രിയ ഉണ്ടെങ്കിൽ എന്നെ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു കേട്ടോ. കാരണം അതുപോലെ തിരയാണ്. ഇത് ആക്ച്വലി സ്കെയറി കേട്ടോ. കണ്ട എല്ലാ തിര ഭയങ്കര. ഇവിടെയൊക്കെ അടിച്ചടിച്ചിരിക്കും. അവിടുത്തെ തിര അടിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് വരെ വെള്ളം വരുന്നുണ്ട്. പക്ഷെ ഇത്രയും മതി. ഞാൻ ഒരു 10 മിനിറ്റ് ഇരുന്നു, അത് മതി. തിര കൂടിക്കൂടി വരുന്നു കണ്ട. അപ്പം എന്തായാലും മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം.
എന്തായാലും കാണാൻ പറ്റി. ഒരു സോളോ ഹൈക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ വാക്കും ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റി. ദ റിമോട്ടസ്റ്റ് കോർണേഴ്സ് ഓഫ് ദി വേൾഡ്. ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ ഓഷനിൽ കിടന്നാണ് എൻ്റെ വ്യൂ. ഇതാണ് വെള്ളത്തിൽ കിടന്നിട്ടുള്ളത്, കണ്ട, ഇതാണ് എൻ്റെ വ്യൂ. ബാത്തിങ് വിത്ത് എ വ്യൂ, കോഫി വിത്ത് എ വ്യൂ എന്നൊക്കെ പറയുന്ന പോലെ ബാത്തിങ് വിത്ത് എ വ്യൂ. ആ ഒരു ഫീൽ ഉണ്ടല്ലോ ജിന്ദഗി ജിന്ദഗി ഇതുപോലെ ഹൃത്തിക്കിൻ്റെ ഫീലൊന്നും ഇല്ല വെള്ളത്തിൽ ചാടിയിട്ട്. പക്ഷെ പേടിയുള്ള ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ആൻഡ് വെൻ യു ടോട്ടലി എൻജോയ്ഡ് ഇറ്റ് ഓൾസോ. അപ്പോൾ പേടിച്ചിട്ട് അത് ചെയ്തിട്ടും അത് എൻജോയ് ചെയ്തില്ല, പേടിയാണെങ്കിൽ കാര്യമില്ല. പക്ഷെ പേടിയുള്ള കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ഫീലിംഗ് വേറെ തന്നെയാണ്. ചെറിയ ഫിയർ കോൺക്വസ്റ്റ് ആണെങ്കിലും ഐ ഡിഡ് ഇറ്റ്. കാരണം എനിക്ക് ഇങ്ങനത്തെ കാര്യമൊക്കെ പേടിയാണ് സിനിമയിലൊക്കെ കണ്ട്. ബട്ട് ദെൻ ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തതിൽ. ഇനി അടുത്ത ടാസ്ക് എന്താ അറിയോ? ഐലൻഡിലെ ഒരു നല്ല ഒരു അങ്കിള് ഒരു ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്, അങ്ങോട്ടൊന്ന് പോകണം. അതും തപ്പി ഇതുവരെ പോകണം. അങ്ങനെ മാപ്പിലൊന്നും അധികം കണ്ടില്ല. സോ അതും ഗൂഗിൾ ചെയ്ത് പോവാം. പിന്നെ ഒരു ഏറ്റവും വലിയ ടിപ്പ് ഈ ഐലൻഡിലേക്ക് വരുന്നവരോട് പറയാനുള്ളത്, ക്യാഷ് വരും. മിക്കയിടത്തും കാർഡ് എടുക്കില്ല. ഈവൻ കുറച്ച് വലിയ സൂപ്പർ മാർക്കറ്റ്സിൽ പോലും കാർഡൊന്നും എടുക്കുന്നില്ല. സോ ബെറ്റർ ക്യാരി ക്യാഷ്. യൂറോ ക്യാരി ചെയ്താൽ മതി. ആൻഡ് ഇവിടെ ATMs നമ്മൾ കുറച്ച് ദൂരെയൊക്കെ ആണെങ്കിൽ കിട്ടാൻ പാടാം. സിറ്റി തന്നെ വരണം. പോണ്ട ഡെൽഗാഡ എന്ന് പറഞ്ഞാണ് സിറ്റി സെൻറ്റർ. അവിടെ വന്നാലേ കിട്ടുള്ളൂ. സോ ക്യാരി ക്യാഷ്. റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിക്കണമെങ്കിൽ ഇപ്പോൾ ആ അങ്കിളിൻ്റെ റെസ്റ്റോറൻറ്റിൽ പോകാൻ വേണ്ടി പോയപ്പോൾ ആണ് ആലോചിച്ചത്. ക്യാഷ് എടുത്തിട്ടില്ല. ATM നിന്ന് കയറി ക്യാഷ് എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. കണ്ട് ഗൈസ്, വെതർ പെട്ടെന്ന് മാറിയത് കണ്ട. അതാ പറഞ്ഞ, രാവിലത്തെ ഫോർകാസ്റ്റും ഈവനിങ്ങത്തെ ഫോർകാസ്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫുൾ തെറ്റായിരിക്കും. പെട്ടെന്നാണ് ഇവിടെ ഇങ്ങനെ വെതർ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് അൺബിലീവബിൾ. ഇതുപോലത്തെ ഒരു സ്ഥലത്ത് ഇതുവരെ പോയിട്ടില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല കേട്ടോ. ഇത് മറ്റേ ടൗൺ ഭാഗമൊക്കെയാണ്. പക്ഷെ ഇതും മറ്റൊരു ഫോർട്ട് കൊച്ചി സ്റ്റൈലില്ലേ. ശരിക്കും നല്ല പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഇതും. ചെറിയ റോഡ്സും ഭയങ്കര പാടാണ് ഡ്രൈവിങ് ഇവിടെ സിറ്റി കൂടെ. പാർക്കിംഗ് ഒക്കെ ലിമിറ്റഡ് ആണ്. എന്നാലും റെസ്റ്റോറൻറ്റ് ഒന്ന് തപ്പട്ടെ. എന്നോട് നമ്മുടെ എയർബിഎൻബിയുടെ ഹോസ്റ്റ് പറഞ്ഞേ, ഒരു സാധനം ഇംഗ്ലീഷിൽ കാണില്ല, മെനു നോക്കുക, പടം കൊണ്ട് എന്തെങ്കിലും മനസ്സിലാക്കി ഓർഡർ ചെയ്യുക. എന്ത് ഓർഡർ ചെയ്താലും നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അതാണ് P2 ബാർ ആൻഡ് സ്നാക്ക്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വെള്ള ബിൽഡിംഗ്. ഇരുട്ടാണ്. ചെറിയ സ്ഥലമാണ്, വളരെ ചെറിയ സ്ഥലമാണ്. ഇത് ഈ അമ്മൂമ്മയാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. ഇരിക്കാനൊന്നും അധികം സ്ഥലമൊന്നും ഇല്ല കേട്ടോ. ഒരു 5-6 സ്ഥലമുള്ളൂ. ഭയങ്കര ക്യൂ. ബാക്കിയുള്ള എല്ലാ റെസ്റ്റോറൻറ്റ്സും കാലുമ്പോൾ ഇവിടെ ഭയങ്കര ക്യൂ. ഇരുട്ടാണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഫുഡും കൂടെ ഒന്ന് കാണിച്ചു തരാം. അമ്മൂമ്മ കുക്ക് ചെയ്യുന്നതല്ലേ. സൂപ്പ് ഇതാണ്. പക്ഷെ ഇത് കണ്ട, ചോറൊക്കെ ഇരിക്കുന്നു. എന്ത് സൂപ്പാന്ന് ഒരു ഐഡിയ ഇല്ല. കഞ്ഞിവെള്ളം പോലെ ഉണ്ട്. കഞ്ഞിവെള്ളം വെച്ച് ചിക്കനാന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഒരു ഫെർമെന്റഡ് റൈസ് സൂപ്പ്. കഞ്ഞിവെള്ളത്തിൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല. ആ ചിക്കൻ്റെ ബ്രോത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊക്കെ ആക്ച്വലി ഐലൻഡ് ഫുഡാന്നാ പറയുന്നവർ. അടിപൊളി. ആ സ്വിം കഴിഞ്ഞിട്ടേ വന്നത് കഴിക്കുമ്പോൾ ഒരു സുഖം. ഗൈസ്, ഇതാണ് മെയിൻ കോഴ്സ്. റൈസിൻ്റെ ഭയങ്കര കളിയാണ്. പിന്നെ ഇവിടെ ഫിഷ് ഉണ്ടല്ലോ, ബാക്ലവയോ അങ്ങനെ എന്തോ, കോഡ് ഫിഷ്. അതിവിടെ ഫ്രഷ് ആയിട്ട് കിട്ടുമ്പോൾ പിന്നെ വേറെ ഏത് ട്രൈ ചെയ്യും അല്ലേ. രാജ്മയും ഒക്കെ ഇട്ടൊരു റൈസും നൈസ് ക്രിസ്പി ഫ്രൈഡ് ഫ്രഷസ്റ്റ് ഓഫ് ദ ഫിഷ്. നേരെ കടലിൽ നിന്നല്ലേ, തൊട്ടടുത്തല്ലേ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ പിടിക്കാം, അത്ര എടുത്ത ബജ്ജി പോലെ ഉണ്ടല്ലേ. ആ മാവ് ശരിക്കും നമ്മുടെ നാട്ടിലത്തെ ഒരു ഉള്ളി ബജ്ജിയുടെ ഒക്കെ മാവ്. അതിൻ്റെ അകത്ത് നല്ല ഫ്രഷ് ഫിഷ് വെച്ച് പേസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. സംഭവം തന്നെ. റൈസ് നോക്കട്ടെ. അടിപൊളി ഒന്നല്ല, പക്ഷെ നമ്മുടെ ഒരു പുലാവ് ഇല്ലേ, പുലാവിന് പക്ഷെ കുറേ ഗ്രേവി, ഒരു സോസി പുലാവ് പോലെയുണ്ട്. വെജിറ്റേറിയൻ ആണ്. ഇറ്റ് ഡസൻ ടേസ്റ്റ് ഗുഡ് ബാഡ് അറ്റ് ഓൾ. ഇറ്റ് ടേസ്റ്റ് ഗുഡ്. പക്ഷെ ആ ഒരു ഫിഷിൻ്റെ അടുത്ത് പോലും വരാൻ പറ്റും. പക്ഷെ ഇതും ആ ഫിഷും കൂടെ കഴിക്കുമ്പോൾ പെർഫെക്റ്റ്. ആൻഡ് ഇതിനൊക്കെ ശരിക്കും ഞാൻ പറഞ്ഞ ഒരു സോൾ ഫുഡ്. അപ്പോൾ അമേരിക്കയിൽ നമ്മൾ സോൾ ഫുഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു ആത്മാവുള്ള ഭക്ഷണം പോലെ തോന്നുന്നു. കാരണം ചിലപ്പോൾ ആ അമ്മൂമ്മ കുക്ക് ചെയ്യുന്ന കണ്ടുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ഇത്രയും ലോക്കൽ സ്ഥലത്ത് വന്നുകൊണ്ടായിരിക്കും. പക്ഷെ ഒരു ഫീലാണ് ഇത് കഴിക്കുമ്പോൾ. And guys, what better way to end this beautiful, memorable day
with a chocolate mousse. Airy, kanda full air bubbles ഒക്കെ നേരെ കാണാം. So it's so light, airy. Smells divine. Taste absolutely gorgeous. ഇവിടുന്ന് ചെറിയ ബിസ്ക്കറ്റ് ഫ്ലേവർ ഒക്കെ വരുന്നുണ്ട്. Very special. Today's day was very special. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുവാണ്. റെയിൻ ഗോഡ്സ് ബ്ലെസ് മീ. മഴയില്ലാത്തതുകൊണ്ട് ഇത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി, നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ പറ്റി. ഇത് ശരിക്കും ഒരു ഐലൻഡ് ലൈഫ് തന്നെയായിരുന്നില്ലേ. ഓഷ്യനിൽ കുളിച്ചു, ഒരു ഐലൻഡിൽ ഒരു അമ്മൂമ്മയുടെ ഫുഡ് കഴിച്ചു, ആൻഡ് ഡ്രൈവ് വാസ് ഓൾസോ ബ്യൂട്ടിഫുൾ. സോ എന്തായാലും ഇനിയും നമ്മൾ ഇതുപോലെ പറ്റുന്ന പോലെ മാക്സിമം ഇൻട്രസ്റ്റിംഗ് വ്ളോഗ്സ് ആയിട്ട് വരാൻ നോക്കുന്നതായിരിക്കും. സോ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.